ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഞ്ജിമയും അജിത്തും തമ്മിൽ ഭയങ്കര റൊമാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇടയ്ക്ക് മഞ്ജിമ ചോദിച്ചു, അതെ നീ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ? എവിടെ? ഒരു പട്ടിക്കുറുക്കം പോലും ഇല്ലായിരുന്നു വഴിയിലെങ്ങും. ഫ്ലാറ്റിൻ്റെ ഇവിടെ എങ്ങും ആരും ഇല്ലല്ലോ. എന്നിട്ടാണോ നീ എന്നെ ഇത്ര നാളായിട്ട് ഇങ്ങോട്ടേക്ക് വിളിക്കാറുന്നത്? അതിന് ഇവിടെ ഒരു അവസരം കിട്ടണ്ടേ? അമ്മയച്ഛനൊക്കെ എപ്പോഴും ഇല്ലേ? അല്ല, ഇപ്പോഴെങ്ങാനും വരുമോ നിൻ്റെ അമ്മയും അച്ഛനും? എന്നെ പിടിക്കുമോ? അതിന് ഞാനില്ലേ. പിന്നെ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ? കാരണം അവസാനം നീ പറയും ആരാണ്ട് വന്ന് കട്ടിലടി കയറി ഒളിച്ചിരുന്നതാണേ, ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ. അപ്പം പിന്നെ എൻ്റെ കാര്യം പോക്കാവില്ലേ? പിടിക്കപ്പെട്ട പെണ്ണുങ്ങളെ അങ്ങനെയാ പല നമ്പറും ഇറക്കും. അപ്പോഴേക്കും മഞ്ജുമി ചോദിച്ചു, ആഹാ അനുഭവം ഉള്ളതുപോലെയാണല്ലോ പറച്ചിൽ. അതിന് അനുഭവം എന്തിനാ? ഓരോ അനുഭവത്തിൻ്റെ ആവശ്യമില്ല. ചുറ്റിൽ നടക്കുന്നതൊക്കെ കണ്ടറിഞ്ഞാൽ പോരേ. പണ്ടേ ചന്തുവിനെ വിളിച്ച് കയറ്റിയിട്ട് ഉണ്ണിയാർച്ചയുടെ നമ്പർ തന്നെയാണ് ഇപ്പം എല്ലാ അവളുമാരും എടുത്ത് പ്രയോഗിക്കുന്നത്. ഓ, അജിത്തിന് എന്നെ വിശ്വാസമില്ല അല്ലേ? അജിത്തിനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ അജിത്തിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ഇനി അവരാരെങ്കിലും വന്ന് അജിത്തിനെ പിടിച്ചാലും എന്തിനാ അജിത്തിനെ ഇങ്ങോട്ടേക്ക് കയറ്റിയത് എന്ന് ഞാൻ പറയും. ഞാൻ വിളിച്ചിട്ടാണ് വന്നതെന്ന് പറയും. അജിത്തിനൊപ്പമാണ് ഇനി എൻ്റെ എന്ന് പറയും. അതിനുള്ള തൻ്റെ ഇടമൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ഇനി ഇവൾ അങ്ങനെ വല്ലതും പ്ലാൻ ചെയ്തിട്ടാണോ എന്നെ വിളിച്ച് വരുത്തിയത്? ഈശ്വര എന്ന് അജിത്ത് മനസ്സിലോർക്കുക. നീ CCTV ക്യാമറ ഓഫ് ചെയ്യാൻ പോയായിരുന്നോ? അതൊക്കെ എപ്പോഴേ ചെയ്തു. കെയർ ടേക്കർ പുറത്ത് പോയതും ക്യാമറ ഞാൻ പോയി ഓഫാക്കി. അജിത്തിൻ്റെ പേടി കാരണമാണ് ഞാനങ്ങനെ ചെയ്തത്. അതിൻ്റെ ഒരു കാര്യമില്ലായിരുന്നു. ഇവിടെ എത്രയോ വിസിറ്റേഴ്സ് വരുന്നതാ. കള്ളം കാണിക്കുമ്പോൾ അതിലൊരു ശ്രദ്ധ വേണ്ടേ? ഓ, പറച്ചിൽ കേട്ടാൽ തോന്നും എന്നെ കൊന്നിട്ട് അജിത്ത് കടന്നു കളയുന്നു. അതിനെന്താ സംശയം? നിന്നെ ഞാൻ ഞെരിച്ച് കൊല്ലാനാണ് പോകുന്നത്, സ്നേഹിച്ച് കൊല്ലാനാണ് പോകുന്നത് എന്നൊക്കെ പറയാട്ടോ. നമുക്ക് റൂമിലേക്ക് പോകാം. ഇവിടെ ഒരു കുഞ്ഞുണ്ട്, അത് ഉറങ്ങിക്കിടക്കുവാന്നേ. അത് സുഖമായിട്ട് ഉറങ്ങിക്കോട്ടേനേ. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്തേ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജിമ എന്നിട്ട് രണ്ടുപേരും കൂടെ റൂമിലേക്ക് പോവാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, കതക് കുറ്റി ഇട്ടിട്ടില്ല കേട്ടോ. അതായത് മെയിൻ ഡോർ കതക് കുറ്റി ഇട്ടിട്ടില്ല എന്ന്. അങ്ങനെ അവർ റൂമിലേക്ക് വന്നു. മഞ്ജിമ കഥ കിടക്കട്ടെ എന്ന് ചോദിച്ചു കേട്ടോ റൂമിൻ്റെ. അങ്ങനെ മഞ്ജിമയും അജിത്തും, അതെ ഞാനൊരു കാര്യം ചോദിച്ചാൽ അജിത്ത് സത്യം പറയോ? ഇനി എന്താ ഇപ്പോൾ സംസാരിക്കാനുള്ളത്? ഞാൻ വന്നപ്പോൾ സംസാരിച്ചതല്ലേ? ഓ, അജിത്തിനെല്ലാം തിടുക്കുക. ഞാനതല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ രണ്ടും മാത്രമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു സ്നേഹിച്ചു ഇരിക്കണം. അപ്പോഴേക്കും കൊച്ചുണർന്ന് കരഞ്ഞാൽ എന്തു ചെയ്യും? അല്ലെങ്കിൽ പുറത്തു പോയ അച്ഛനും അമ്മയും മടങ്ങി വന്നാലോ? അതിനൊക്കെ സമയമെടുക്കും. ബാങ്ക് അക്കൗണ്ട് ഫ്രീസായിരിക്കുക. അവർ വൈകും വരാനെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ ധൈര്യം കാണിച്ചത്. അപ്പോഴേക്ക് സമ്മാനം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അജിത്ത് മഞ്ജിമയ്ക്ക്. പെർഫ്യൂമാണേ, എങ്ങനെയുണ്ട്? എന്ത് പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞ് മഞ്ജിമ കഴുത്ത് കിടത്ത ബാഗൊക്കെ ഊരി വെച്ചു കേട്ടോ അജിത്ത്. എന്നിട്ട് മഞ്ജിമയെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി. പതുക്കെ അജിത്ത് ഷർട്ടൊക്കെ ഊരും കേട്ടോ. ഞാൻ ചോദിക്കാൻ വന്നത് ചോദിച്ചില്ല എന്ന് മഞ്ജിമ പറഞ്ഞു. അജിത്തിന് മുമ്പ് ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്കോ? പിന്നെ ആരുടെ കാര്യമാണ് ചോദിച്ചത്? എൻ്റെ ലൈഫിൽ ഇത് ആദ്യത്തെയാണ്. അത് ഞാൻ വിശ്വസിക്കില്ല. നിന്നെ വിശ്വസിപ്പിച്ചിട്ട് എന്തിനാ? എനിക്ക് എന്ത് കിട്ടാനാ? നീ ഒരാളുടെ കൂടെ ജീവിച്ചതല്ലേ, പിന്നെന്താ? ഞാൻ പറഞ്ഞത് സത്യമാണ്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് എന്ന് പറഞ്ഞ് മഞ്ജിമയുടെ കയ്യിലടിച്ച് സത്യം ചെയ്യുക. മഞ്ജിമയാണെങ്കിൽ അങ്ങ് ഇരുന്ന് പുളകം കൊള്ളുകയാണ് കേട്ടോ. ഒരു കിസ്സൊക്കെ അങ്ങ് നടന്നു. ആ സമയത്താണ് ആകാശ് താഴേക്ക് വന്നത്. ഫ്ലാറ്റിൻ്റെ പരിസരത്ത് ആരുമില്ല. കൊള്ളാം. എന്നിട്ട് ആ സ്പ്രേ എടുത്തു കേട്ടോ. മഞ്ജിമ ആ വീട്ടിലുണ്ട്. പക്ഷെ എൻ്റെ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് പൈസയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും പണം കയ്യിലെടുത്തിട്ടുണ്ട് മഞ്ജിമയ്ക്ക് കൊടുക്കാനായിട്ട്. പീഡിപ്പിക്കപ്പെടാൻ പോകുന്നത് മഞ്ജിമയല്ലല്ലോ, പിന്നെ എന്തിനവൾ പേടിക്കണം? എന്തായാലും മഞ്ജിമയും അജിത്തും കാര്യങ്ങളെല്ലാം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. എല്ലാം കഴിഞ്ഞപ്പോഴാണ് മഞ്ജിമയ്ക്ക് ബോധം പോകുന്നത്. അയ്യോ കുഞ്ഞെന്ന്. അപ്പോഴേക്കും അജിത്ത് പറഞ്ഞു, അതവിടെ കിടന്നോളും, കുഞ്ഞി കൊച്ചല്ലേ. എന്നാലും കരഞ്ഞായിരുന്നോ? എവിടെ? കരഞ്ഞൊന്നുമില്ല. ആണോ? എന്തായാലും കരച്ചിലൊന്നും ഞാൻ കേട്ടില്ല. നീ ഇങ്ങോട്ട് കിടക്കടി. അജിത്ത് വേഗം പോകാൻ നോക്ക്. ഇതുവരെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വന്നു, ഇനി അങ്ങനെ ആവണമെന്നില്ല എന്ന് മഞ്ജിമ പറഞ്ഞപ്പം, ഇപ്പം അങ്ങനെയായോ? നീയല്ലേ പറഞ്ഞത് നിനക്ക് കുറച്ച് നേരം സംസാരിച്ച് കിടക്കണമെന്ന്? അതിന് ഇനിയും സമയമുണ്ടല്ലോ. ഇപ്പം അജിത്ത് പോ. എനിക്ക് നിന്നെ വിട്ടു പോകാൻ തോന്നുന്നില്ല മഞ്ജിമേ. പ്ലീസ് അജിത്ത് ഒന്ന് വേഗം പോ എന്ന് പറഞ്ഞു മഞ്ജിമയ്ക്ക് എന്തോ ഒരു പേടി പോലെ. അങ്ങനെ മഞ്ജിമ കതക് തുറക്കാൻ തുടങ്ങിയപ്പോഴേക്കും
മഞ്ജി പ്ലീസ്, ദേ ഞാൻ കുഞ്ഞിനെ ഒന്ന് പോയി നോക്കട്ടെ, കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് മാറരുതെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. മഞ്ജിമേ, കുഞ്ഞവിടെ കിടക്കും, നിനക്കതൊക്കെ പറയാം. കുഞ്ഞിനെ എൻ്റെ കൈ തന്നിട്ടാണ് പോയിരിക്കുന്നത്. അജിത്ത് വേഗം പോകാൻ നോക്ക് എന്നും പറഞ്ഞു ഷർട്ടും ബാഗൊക്കെ എടുത്ത് കൊടുത്തു. മഞ്ജിമ പ്ലീസ്. അങ്ങനെ അവൻ പതുക്കെ ഷർട്ടൊക്കെ ഇടുകയാണ്. ഒന്നുകൂടെ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത തവണയും കൂടെ വരാം. കുഞ്ഞുണന്നില്ലെങ്കിൽ ഒന്നുകൂടെ ഇങ്ങോട്ട് വരാം. കിട്ടിയ ചാൻസ് മാക്സിമം ഉപയോഗിക്കണം. എന്തായാലും ആകാശ പതുക്കെ പമ്മി വരുന്നുണ്ട്. മഞ്ജിമ വന്ന് നോക്കിയപ്പോൾ കുഞ്ഞുണന്നില്ല എന്ന് കണ്ടതും എന്നാൽ ഭയങ്കര സന്തോഷമായിട്ടോ. കുഞ്ഞുണന്നില്ലല്ലോ, സമാധാനമായി, സന്തോഷമല്ല. അപ്പോഴേക്കും അജിത്ത് വന്നു. കണ്ടോ കൊച്ചുണന്നില്ല, ഇനി നീ വാ. അജിത്തെ പ്ലീസ്, നീ പോയിപ്പോൾ. അജിത്തിനെ പറഞ്ഞു വിടാൻ എനിക്ക് മനസ്സില്ല, പക്ഷെ നമ്മുടെ സാഹചര്യം അതല്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പതുക്കെ അവളുടെ കവിളിലേക്ക് പിടിക്കുക. നോക്ക്, നമുക്ക് സന്ധിക്കാം, ഇനിയും അവസരങ്ങൾ വരും, അതിനുവേണ്ടി കാത്തിരിക്കുക കേട്ടോ. അജിത്ത് വിളിച്ചാൽ ഞാൻ വരും. ഇപ്പം അജിത്ത് പോ. വിളിച്ചാൽ നീ വരുമോ ഹോട്ടലിലേക്ക്? ഇനി എന്ത് തടസ്സം അജിത്ത് ഉള്ളത്? ഞാൻ നിൻ്റേതായില്ലേ, പിന്നെ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. ആകാശം മഞ്ജിമയെ വിളിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ മഞ്ജിമ ഫോൺ എടുക്കുന്നില്ല. അറിയാത്ത നമ്പർ കണ്ടിട്ടാണോ അതോ സൈലൻറ്റ് മൂഡിലാണോ എന്നൊക്കെ അജിത്ത് ഇങ്ങനെ ആലോചിക്കുക. എന്തായാലും തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ പതുക്കെ കതക് ഇന്ന് തുറന്നു നോക്കി. അപ്പോൾ ദേ കതക് തുറന്ന് കിടക്കുക. കതക് തുറന്ന് അകത്തേക്ക് കയറി കേട്ടോ. കഥക് അവിടെ തുറക്കണ സൗണ്ട് കേട്ടപ്പോഴേക്കും മഞ്ജിമയാകെ പേടിച്ചു. അമ്മ വന്നു എന്ന് തോന്നണേ, ഞാൻ പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാനേ മാറി നിൽക്കാം, ഡ്രസ്സ് ചെയ്യാനായിട്ട് അമ്മ റൂമിലേക്ക് പോകുമ്പോൾ നീ എന്നെ പുറത്തിറക്കിയാൽ മതി. ആദ്യം നീ വന്നത് ആരാന്ന് നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ അജിത്ത് അകത്ത് ഒളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ജിമ പതുക്കെ തുറന്നു നോക്കി ആരാണ് വന്നതെന്ന് അറിയാനായിട്ട്. അപ്പോഴേക്കും ദേ മാസ്ക് ഒക്കെ വെച്ച ഒരാൾ, ഇതാരാണ് എന്നൊക്കെ ആലോചിച്ച് അന്തം വിട്ടിങ്ങനെ നിന്നപ്പോഴാണ് മാസ്ക് പതുക്കെ ആകാശ് എടുക്കുന്നത് താഴേക്ക്. മാസ്ക് എടുത്തപ്പോഴേക്കും മഞ്ജിമ കണ്ടു, ഇത് അവനാണല്ലോ. മഞ്ജിമയ്ക്കാകെ പേടിയായി. സാധാരണ ആകാശിനെ പേടിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഇപ്പം പേടിയായി. മറ്റൊന്നും കൊണ്ടല്ല, ഇയാൾ അറിയൂലോ ഈ കാര്യങ്ങളെല്ലാം, അജിത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയൂലോ, അതുകൊണ്ടൊരു പേടി. ആരാ മഞ്ജിമ? അതെ, അമ്മയല്ല, വേഗം കട്ടിലടിയിലേക്ക് കയറ്, അയാൾ അപകടകാരിയാ. ഞാൻ മാത്രം ഒളിച്ചിട്ട് കാര്യമുണ്ടോ? അയാൾ പോകാതിരുന്ന ഞാൻ എങ്ങനെ പുറത്തു പോകും? അത് കഴിയുമ്പോൾ നിൻ്റെ വീട്ടുകാരും വരും. നീയും കട്ടിലടിയിലേക്ക് ഇരിക്കുക, ആരുമില്ലാന്ന് കരുതി വന്നയാൾ പൊക്കോളും, നീ വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ കട്ടിലടിയിലേക്ക് കയറുകയാണ്. എന്തായാലും ആകാശ് പതുക്കെ ഓരോ റൂമും തപ്പി 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 വരികയാണ്. കുഞ്ഞ് കിടക്കണ റൂം. അപ്പം മഞ്ജിമയില്ല. മഞ്ജിമ പോയി. പതുക്കെ കുഞ്ഞിനെ നോക്കണം കേട്ടോ, ഒരു കൊച്ചു കുഞ്ഞ്. പതുക്കെ കുഞ്ഞിനെ ഒന്ന് നോക്കി, അതിനുശേഷം ഒന്ന് ചിരിക്കുക. എന്നിട്ട് ബാഗിൽ നിന്നും ആ കീടനാശിനി എടുത്തു. എന്നിട്ട് എന്തോ സംഭവം കൊച്ചിൻ്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. മഞ്ജിമ അകത്ത് കിടന്നിട്ട് ഇത് കാണുന്നില്ല, പക്ഷെ കേൾക്കുന്നുണ്ട് സൗണ്ട്. മഞ്ജിമ, നീ അവിടെ അടങ്ങിക്കിടക്ക്, അയ്യോ കുഞ്ഞ് എന്ന് അജിത്ത് പറഞ്ഞു. നീ മിണ്ടരുത്. അങ്ങനെ വീണ്ടും വീണ്ടും കീടനാശിനി അടിക്കുക. അയാൾ എന്താ ചെയ്യുന്നത്? കാല് മാത്രമേ ഇവർക്ക് കാണത്തുള്ളൂ കേട്ടോ. എന്തായാലും ആകാശ് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. അതിനുശേഷം ആ ബോട്ടിൽ ആദിയുടെ റൂമിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആദിയുടെ ഫോട്ടോ എടുത്തിട്ട്, നിനക്കിട്ടുള്ള പണിയാടാ, നീ കൊടുത്ത പണിയാന്ന് എല്ലാവരും വിചാരിച്ചോളും, ഇതിനു വേണ്ടിയാടാ നിന്നെ ഞാൻ മഹേഷിൻ്റെ അരികിൽ എത്തിച്ചത്. എന്നിട്ട് അയാൾ അങ്ങ് പോയി എന്നറിഞ്ഞത് മഞ്ജിമ എഴുന്നേക്ക് അയാൾ പോയെന്നാണ് തോന്നുന്നത്. ഞാൻ ആദ്യം പുറത്ത് വരാം, എന്നിട്ട് അജിത്ത് വന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അയാൾ കുഞ്ഞിനെടുത്തോണ്ട് പോയോ? അയ്യോ എൻ്റെ ദൈവമേ. അങ്ങനെ പതുക്കെ കുഞ്ഞിനെ നോക്കുകയാണ്. ഇല്ല, കുഞ്ഞിവിടെയുണ്ട്, അജിത്ത് വാ. അയാൾ പോയി, രക്ഷപ്പെട്ടു. അജിത്ത് വേഗം സ്ഥലം വിടാൻ നോക്ക്. നിനക്ക് എന്തെങ്കിലും സ്മെല്ല് തോന്നണുണ്ടോ? ഉണ്ട്, എന്തോ ഒരു സ്മെല്ല. എന്നിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് പതുക്കെ മണത്ത് നോക്കുകയാണ്. അയ്യോ, വെറുതെ ഒരാൾ വന്നിട്ട് പോവില്ല, എന്തോ സ്പ്രേ ചെയ്യുന്ന ശബ്ദം കേട്ടതാ. നീ കുഞ്ഞിനെ ഒന്ന് നോക്കിക്കേ. കുഞ്ഞ് ഉറങ്ങുമല്ലേ? എൻ്റെ മഞ്ജു കുഞ്ഞിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കിക്കേ. അങ്ങനെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. കുഞ്ഞിന് അനക്കമില്ല എന്ന് മനസ്സിലായി. അജിത്തെ, കുഞ്ഞ് ചലനമില്ലാതെ കിടക്കുക. അയാൾ വന്നത് കുഞ്ഞിനെ ലക്ഷ്യം വെച്ചാ. കുഞ്ഞിൻ്റെ മുഖത്ത് എന്തോ സ്പ്രേ ചെയ്തു അയാൾ. അജിത്തെ, എനിക്ക് പേടിയാവുമോ, നമ്മളിനി എന്ത് ചെയ്യും? അജിത്തെ, എന്തെങ്കിലും ഒന്ന് ചെയ്യ്, എൻ്റെ ദേഹം വിറയ്ക്കുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനിവിടെ വന്നത് ആരും അറിയാതെയല്ലേ. അജിത്തെ, കുഞ്ഞിനെ ഇങ്ങനെ കിടത്താൻ പറ്റില്ല. ഇനി ഇവിടെ നിന്നാൽ ഞാനും കുടുങ്ങും, എനിക്ക് രക്ഷപ്പെടണം. കുഞ്ഞ് മരിച്ചു പോയെന്നാ തോന്നുന്നത് എന്ന് അജിത്ത് പറഞ്ഞു. അജിത്ത് മഞ്ജിമയെ നോക്കാതെ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുകയാണ്. അജിത്ത്, എന്നെ തനിച്ചാക്കി പോവല്ലേ, നീ എന്നെ കൂടി കൊടുക്കരുത്, ഞാനിവിടെ വന്നിട്ടുമില്ല, നീ ഒന്നും അറിഞ്ഞിട്ടുമില്ല, മാറടി അങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് അവളെ തള്ളി മാറ്റിയിട്ട് അജിത്ത് ഓടിയിട്ടോ. എടാ ചതിയാ, നിൽക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഞ്ജിമ.
എന്തായാലും മഞ്ജുമ ആകെ പേടിച്ച്, ഈശ്വരാ ഞാനിനി എന്ത് ചെയ്യും, ഇവനെ വിളിച്ച് കയറ്റിയപ്പോൾ ഇങ്ങനെ ഒരു വിധി വരുന്നു ഞാൻ കരുതിയില്ലല്ലോ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജുമ തലേ കൈവച്ച് കരയാണ്. എന്തായാലും മഞ്ജുമ പെട്ടെന്ന് കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും വിചാരിക്കുന്നത് ഇത് മഞ്ജുമയാണ് ചെയ്തത് കുഞ്ഞിനെ കൊല്ലാന്നാണ് ഇഷിതയും മഹേഷും ഒക്കെ വിചാരിക്കുന്നത്. എന്തായാലും ഇഷിത ഹോസ്പിറ്റലിലെത്തി. പീഡിയാട്രീഷ്യനാണല്ലോ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ, നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റുള്ളൂ ഇഷിത എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹേഷ് ഇഷിതയെ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നത്. അതിനുശേഷം ആദിയും ചിപ്പിയും അതുപോലെ തന്നെ മഹേഷും ഒക്കെ അവസാനം മഞ്ജുമ സത്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. സി ഓക്കെ, താങ്ക് യു.